ഹായ് ഓൾ, നമ്മളിന്ന് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നന്ദൂസിൻ്റെ സെക്കൻഡ് ഹെയർ കട്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അതിനായിട്ട് നമ്മൾ പോയത് അഞ്ചലിലുള്ള 4R സലൂണിലാണ്. അവിടെ തന്നെയാണ് അവൻ്റെ ഫസ്റ്റ് ഹെയർ കട്ടും ചെയ്തത്. വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ചത്. കാറിൽ നിന്നിറങ്ങിയപ്പോൾ മോൻ്റെ തല ചെറുതായിട്ടും തട്ടിയിട്ടുണ്ടായിരുന്നു. വെയിലടിച്ചിട്ട് അവൻ തലയിൽ കൈവയ്ക്കുന്നതാണെന്നാണ് ഞാൻ അപ്പോഴും കരുതിയത്. ഉച്ച കഴിഞ്ഞായിരുന്നു നമ്മളങ്ങ് എത്തിയപ്പം. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 7-8 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ വരെ. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു. അവിടുത്തെ ആംബിയൻസും കസ്റ്റമർ സർവീസും എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സെക്കൻഡ് ഹെയർ കട്ട് അവിടെ തന്നെ നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. നന്ദൂസിൻ്റെ ഫസ്റ്റ് ടൈം ഹെയർ കട്ടിന് അവൻ നല്ല കരച്ചിലായിരുന്നു. അവന് നല്ല പേടിയായിരുന്നു ട്രിമ്മറിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പം നമ്മൾ അവന് ഒരു ടോയ് കാറും കീ ചെയിനും ഒക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അവൻ അതൊന്നും വേണ്ടായിരുന്നു. അവൻ ടിഷ്യൂ പേപ്പറും ബ്രഷൊക്കെ ആയിരുന്നു അവന് ആവശ്യം. അങ്ങനെ അതൊക്കെ കയ്യിൽ കൊടുത്ത് അവൻ അത്യാവശ്യം ഓക്കെ ആയിട്ടിരുന്നു. പേടിയൊന്നും ഇല്ലായിരുന്നു. ട്രിമ്മറിൻ്റെ സൗണ്ട് കേട്ടിട്ട് വണ്ടിയുടെ സൗണ്ടാണെന്ന് കരുതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം വണ്ടിയെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കണം അവൻ സൗണ്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആകെ ഡൗട്ടായിരുന്നു അവൻ്റെ ഹെയർ കട്ട് എങ്ങനെ ചെയ്യണമെന്ന്. കാരണം നെക്സ്റ്റ് വീക്ക് അവനൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് എറണാകുളത്ത് വെച്ച്. അപ്പം അവൻ്റെ ആ പോണി കീപ്പ് ചെയ്തിട്ട് ബാക്കി ഹെയർ ട്രിം ചെയ്യണോ അതോ ബോക്സ് കട്ട് ചെയ്യണോ എന്നൊക്കെയായിരുന്നു നമ്മുടെ രണ്ടുപേരും ഡൗട്ട്. പിന്നെ ഏട്ട ഫൈനലൈസ് ചെയ്തു, ലെങ്ത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ബാക്കി ഫുള്ള് ട്രിം ചെയ്തിട്ട് ലൈൻ ചെയ്യാമെന്ന് കരുതി ഏതെങ്കിലും ഒരു സൈഡിൽ. ഏകദേശം ഒരു 20 മിനിറ്റോടുകൂടി അവൻ്റെ ഹെയർ കട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഞാനും ഏട്ടനും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മോനെ കണ്ടിട്ട് അവൻ്റെ കൂടെ സംസാരിക്കാനും അവനെ കളിപ്പിക്കാനും ഒക്കെ ആയിട്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ അടുത്ത് കൂടി. അവൻ പക്ഷെ വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. കാരണം ഈ ട്രിമ്മറിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവൻ നല്ല സോഷ്യബിളാണ്. അവന് നോർമലി അങ്ങനെ ആരും മുടിയിലൊന്നും പിടിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പോലും പിടിക്കാൻ അവൻ അധികം സമ്മതിക്കത്തില്ല. എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്നറിഞ്ഞാൽ മാത്രം മുടിയൊക്കെ കെട്ടി വെക്കാനായിട്ടൊക്കെ നിന്ന് വരും. അല്ലെങ്കിൽ തലയിലും മുടിയിലും തൊടാനൊന്നും അവൻ സമ്മതിക്കാറില്ല. പക്ഷേ ഹെയർ കട്ടിന് പോയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവൻ ഇരുന്ന് തന്നു. നോർമലി ബേബീസിൻ്റെ ആദ്യത്തെ കുറച്ച് ഹെയർ കട്ടിൻ്റെ ടൈമിലെല്ലാം പേരൻസ് ഫോൺ കൊടുത്ത് കാർട്ടൂണൊക്കെ കാണിച്ചിട്ടായിരിക്കും പിള്ളേരെ അടക്കിയിരുത്തുന്നത്. പക്ഷേ നന്ദൻ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ഹെയർ കട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ആൾക്ക് ഉറക്കമൊക്കെ വന്നിട്ട് കുറച്ച് വാശിയൊക്കെ തുടങ്ങി. പിന്നെ പുള്ളിക്കാരൻ അവൻ്റെ കയ്യിൽ ബ്രഷൊക്കെ കൊടുത്തിട്ട് അവനെ സമാധാനിപ്പിച്ച് പിന്നെ കുറേ നേരം അതുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നിട്ട് ഉറക്കം വന്നതൊക്കെ അവനങ്ങ് മറന്നുപോയി. പിന്നെ എന്നോട് നേരിട്ടും DM-ലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നന്ദൻ്റെ ഐസ് ബ്ലൂ കളറാണോ ബ്രൗൺ കളറാണോ എന്നൊക്കെ. അവൻ്റെ ഐസ് ആക്ച്വലി ന്യൂബോൺ ബേബി ആയിരുന്ന ടൈമിൽ നോർമലി ബ്ലാക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂ കളറായി. കുറച്ച് കഴിഞ്ഞപ്പം ഗ്രീൻ, പിന്നെ അത് ഗ്രീൻ മാറിയിട്ട് ഗ്രേ ഷെയ്ഡായി. ഇപ്പം ഫൈനലി ഒരു ബ്രൗണിഷ് ഷെയ്ഡായിട്ട് നിൽക്കുക.
ഹെയറൊക്കെ വീണിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും ചൊറിയുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ടീഷർട്ടൊക്കെ ഊരിപ്പിച്ചിട്ട് ആശാൻ ഡ്രസ്സൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് ലാസ്റ്റ് ഹെയർ കട്ട് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഒരു 20-25 മിനിറ്റോട് കൂടി നമ്മുടെ ഹെയർ കട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഏട്ടനും ഹെയറും ബേഡും ഒക്കെ സെറ്റാക്കി നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു. എൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു. പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി ഉത്സവമൊക്കെ കൂടിയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. എല്ലാവർക്കും നന്ദൻ്റെ ഹെയർ സ്റ്റൈൽ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഫാമിലി വ്ളോഗിൽ പറയാനുള്ളത്.